മരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. നമസ്കാരം. HP കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. നോവിൻ പെരുമഴക്കാലത്തിലൂടെ കണ്ണീർ മഴയുടെ മരണത്തുരുത്തായി മാറിയ വയനാട് ജില്ലയിലെ ദുരന്തത്തിൽ വേദനിച്ചുകൊണ്ട് രാജ്യത്താകമാനം മാതൃകാപൂർണമായി തണൽ പരിവാറിന്റെ സഹജീവനം കാരുണ്യ പദ്ധതി. ഉരുൾപൊട്ടലിൽ വെള്ളം തകർന്നു മരണത്തുരുത്തായി മാറിയ വയനാടിന്റെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആശ്വാസവുമായി സംസ്ഥാനത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ ക്ഷേമ സംഘടന തണൽ പരിവാറിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച പുതുവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ എന്നിവർ ചേർന്ന് തണൽ പരിവാർ സഹജീവന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങി. 650ഓളം പേർക്കുള്ള ഉടയാടകളും അനുബന്ധ വസ്തുക്കളുമാണ് തണൽ പരിവാർ ഭിന്നശേഷി ക്ഷേമ സംഘടന സ്വരൂപിച്ച് കൈമാറിയത്. ഓണാഘോഷത്തിന് മുന്നോടിയായി എക്സിബിഷൻ നടത്താൻ സ്വരൂപിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന വസ്തുക്കളും തുകയും എല്ലാം തണൽ പരിവാർ വയനാടിന്റെ ദുരന്തമുഖത്തേക്ക് നൽകി മാതൃകയായി. 1 വയസ്സ് മുതൽ മുതിർന്നവർക്ക് വരെയുള്ള ഓണക്കോടികളും അതിൽ ഉൾപ്പെടും. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുഖ്യ കേന്ദ്രത്തിലെ സംഗീത വിദ്യാർത്ഥിനി KN റിതമോൾ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞുമക്കൾക്കുള്ള ഉടയാടകളും പുത്തൻ ഉടുപ്പുകളും കൈമാറിയത് വേറിട്ട അനുഭവമായി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ നേതൃത്വത്തിൽ വയനാടിന് കരുതലാകുന്ന സഹജീവനം പദ്ധതി നടപ്പിലാക്കിയതെന്ന് ദുരിതാശ്വാസ സാമഗ്രികൾ ഏറ്റുവാങ്ങിയ എൽദോസ് കുന്നപ്പള്ളി MLA പറഞ്ഞു. തണൽ പരിവാറിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിത്വമുള്ള കുട്ടികളും കാഴ്ചപരിമിതർ, ചലനപരിമിതർ, ബുദ്ധിപരമായ വെല്ലുവിളികൾ, കേൾവി, സംസാര പരിമിതികൾ, വീൽചെയറിൽ കഴിയുന്നവർ എന്നിങ്ങനെയുള്ള ഭിന്നശേഷി കുടുംബങ്ങളുടെ കരുതലും സ്നേഹവും നമ്മുടെ നാടിന്റെ അഭിമാനകരമായ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്നതായി മാറിയെന്ന് പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പറഞ്ഞു. തണൽ പരിവാർ സംസ്ഥാന കാര്യാലയത്തിൽ ഇൻക്ലൂസീവ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM നാസർ അധ്യക്ഷത വഹിച്ചു. കാലടി സംസ്കൃത സർവകലാശാല മുഖ്യ കേന്ദ്രത്തിലെ സംഗീത വിഭാഗം വിദ്യാർത്ഥിനി KN റിതമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തണൽ പരിവാർ ഇൻക്ലൂസീവ് ട്രെയിനിംഗ് സെന്റർ വിദ്യാർത്ഥി ലീഡർ PS മുഹ്സീന, തണൽ പരിവാർ ഭിന്നശേഷി സഹകരണ സംഘം പ്രസിഡന്റ് MR പ്രകാശ്, തണൽ പരിവാർ സംസ്ഥാന കൗൺസിൽ അംഗം ലൈല BV KA, തണൽ പരിവാർ സഹജീവന കേന്ദ്രം കോർഡിനേറ്റർമാരായ അമ്പിളി PR, അശ്വതി മനോജ്, ജലിൻ രാജൻ, ബെൻസൺ ബെന്നി എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാത്തിക്കൽ, മറ്റ് ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ വലിയ തോതിലുള്ള ആളപായവും വസ്തുനാശവുമൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ പേമാരിയും അതോടൊപ്പം തന്നെ ഉരുളുപൊട്ടലും നമുക്കേറെ നഷ്ടം വരുത്തി വച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ തണൽ പരിവാർ ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഡ്രസ്സും മറ്റു വസ്തുക്കളും അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഭിന്നശേഷി ഉള്ള കുട്ടികൾ തങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ, സ്റ്റൈഫൻഡ്, അവർക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ, അതെല്ലാം കരുതി വെച്ച് ആ തുക ഉപയോഗപ്പെടുത്തിയിട്ടാണ്, കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് വയനാട്ടിലെ എല്ലാ നഷ്ടപ്പെട്ട കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നൽകുന്നത്. തീർച്ചയായും ഈ ഒരു വിഭവങ്ങൾ ഇവർ സമാഹരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ വഴി ഇത് നേരെ വയനാട് കളക്ട്രേറ്റിലെത്തുകയും കളക്ട്രേറ്റ് വഴി ഇത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇതിന് നേതൃത്വം കൊടുക്കുന്ന തണൽ പരിവാറിൻ്റെ ഭാരവാഹികളെയും മാതാപിതാക്കന്മാരെയും ഭിന്നശേഷി കുട്ടികളെയും അഭിനന്ദിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ പെരുമ്പാവൂരിലും. നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകുവാൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നീതി പെയിന്റ് ഷോപ്പ്. നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ.